ഹേ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ന്യൂ ക്രിക്കറ്റ് വീഡിയോ. ഇപ്പോൾ കഴിഞ്ഞ 2 കളികൾ നമ്മൾ ജയിച്ച് സെമി ഫൈനലിലോട്ട് ക്വാളിഫൈ ആയിരിക്കണം. ഇന്നാണ് നമ്മുടെ മാച്ച്. നമ്മൾ ഓപ്പോസിറ്റ് ടീം എന്ന് പറഞ്ഞാൽ റെനിഗേഡ് ലയൺസ് എന്ന് പറഞ്ഞ ടീമായിട്ടാണ് നമുക്ക് സെമി ഫൈനൽ. അത് കളിച്ച സ്പോട്ടിൽ തന്നെയാണ് നമുക്ക് അടുത്ത ഫൈനൽ. 2 കളി അടുപ്പിച്ചാണ് നമുക്ക് കളി വരുന്നത്. പക്ഷേ അപ്പം അത് കുറച്ച് ടാസ്ക്കാണ്. ഏതായാലും നമ്മളെ ടീം ആദ്യമായിട്ടാണ് സെമി ഫൈനലിലേക്ക് എത്തുന്നത്. ഒരുപാട് സന്തോഷമുണ്ട്, കാരണം എല്ലാവരും നല്ലപോലെ പെർഫോം ചെയ്യുന്നുണ്ട്, ബോളുകളെല്ലാം പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് തന്നെ അങ്ങനെയൊക്കെ വന്നപ്പോൾ തന്നെ ടീമിൻ്റെ കുറേ കാര്യങ്ങൾ ചേഞ്ചായി. എന്തായാലും ഒരുപാട് സന്തോഷം. ഇനി എന്തായാലും ഇപ്പോൾ ഒരു കളി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞാൽ 11 മണിക്കാണ് നമ്മളെ മാച്ച്. അപ്പം അടുപ്പിച്ച് 2 കളിയാണ്. എന്തായാലും നമ്മളെ മാക്സിമം എഫേർട്ട് ഇട്ട് നമ്മൾ കളി ജയിക്കും. ആ കളിയൊക്കെ ജയിച്ചിട്ട് വേണം ഇനി ജയത്തിൻ്റെ കഥകൾ നമുക്ക് പറഞ്ഞു തുടങ്ങാം. എന്നും തോറ്റ് ഇന്ന് നമ്മൾ ട്രൈ എല്ലാ ദിവസവും വരുമല്ലോ. ഷാരിഖിന്റെ കളി നിങ്ങൾക്ക് കണ്ടപ്പോൾ തന്നെ മനസ്സിലായല്ലോ. ഹിറ്ററാണ് ഒരു ഹാർദിക് പാണ്ഡ്യയുടെ ഒക്കെ റോളാ. പക്ഷെ ഓപ്പണിംഗ് ഇറങ്ങി അങ്ങ് പൊട്ടിക്കും ചെറുക്കൻ. നിന്നെ എല്ലാവരും പേടി കേട്ടാ, കൈ വെക്കാണല്ലോ ഇതിന്റെ. കണ്ട ഇവൻ ആ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോഴേ ഇത് ചെറുതായിട്ട് തോന്നുന്നു, ഒരു വളക്കകത്ത് നിന്ന് കളിക്കും പോലെ. എത്രയുണ്ട്? 6.2 മേലുണ്ട്. 189 സെന്റിമീറ്റർ. ഭാര്യ ഓൾ ദ ബെസ്റ്റ് ഒക്കെ പറഞ്ഞ ഭാര്യ എഴുന്നേറ്റിട്ടില്ല, ഇന്നലെ കൊച്ചു ഉറങ്ങിയിട്ടില്ല രാത്രി. നമ്മൾ ജയിക്കണം, വായ്ത്താളം മാത്രമല്ല. അല്ല നമ്മൾ അത് എല്ലാം നമ്മള് കാണുന്നുണ്ട്, കമന്റ്സ് ആണ് നമ്മളുടെ ഒരു പ്രചോദനം. കാരണം ഞാൻ പറഞ്ഞില്ല, നിങ്ങൾ ഈ നെഗറ്റീവ് പറയുന്ന സമയം കൊണ്ട് നമ്മൾ പോസിറ്റീവായിട്ട് നമ്മൾ വിജയിക്കാനുള്ള എന്ത് തന്ത്രം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് പറഞ്ഞു തരാം. ഈ ചീത്തയൊക്കെ നമുക്ക് പുറത്തിരുന്ന് നമുക്ക് പറയാൻ ഭയങ്കര ഈസിയാണ്. പക്ഷേ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുമ്പോൾ അതൊരു വേറൊരു സംഭവമാണ് അല്ലേ? അതെ. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മൾ ഈ പറയാൻ നമ്മളെ കളിയാക്കാൻ വേണ്ടിയും കുറ്റപ്പെടുത്താൻ വേണ്ടി ഇരിക്കുന്നവരുടെ കമന്റ്സ് കാണുമ്പോൾ ശരിക്കും നമുക്ക് സന്തോഷമാണ്. അവർക്ക് അതിനുള്ള ടൈം കണ്ടെത്താൻ പറ്റുന്നുണ്ട് അല്ലേ? വല്ലപ്പോഴും പോയിട്ട് ക്രിക്കറ്റിനെ ഇഷ്ടപ്പെടുവാണെങ്കിൽ പ്രാക്ടീസ് ചെയ്ത് ഇതുപോലുള്ള ഗ്രൗണ്ടുകളിലൊന്ന് കളിച്ച് കാണിക്കുക. അപ്പോൾ നമ്മുടെ ലെവലിൽ നമ്മൾ ഭയങ്കര ലെവലിൽ കളിക്കുന്നു എന്നല്ല പറഞ്ഞത്. ഇതിന് നമ്മളിടുന്ന എഫേർട്സ്, അല്ലെങ്കിൽ നമ്മൾ അത്രയും പാഷനേറ്റ് ആയിട്ടിരുന്നിട്ട് ബാക്കി ഒരുപാട് കാര്യങ്ങളുടെ ഇടയിൽ ഇതിനെ ഫോളോ ചെയ്തിട്ട് ഓടുന്നുണ്ടല്ലോ. പിന്നെ എല്ലാവരും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഞാൻ പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നമ്മളുടെ തെറ്റുകുറ്റങ്ങൾ പറഞ്ഞു തരും. നമ്മൾ വളരണ്ടെന്ന് ആഗ്രഹിക്കുന്നവരായി നെഗറ്റീവായിട്ട് പറയുന്നത് മനസ്സിലായി. അപ്പോൾ നമ്മൾ വളരണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരാണെങ്കിൽ നിങ്ങൾ നമ്മളതിന്റെ പോസിറ്റീവ് സൈഡ് പറഞ്ഞാൽ പോസിറ്റീവായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. ഞാൻ കമന്റ് പറഞ്ഞതിന് കാരണം കുറേ പേര് എൻ്റെ ഫേസ്ബുക്കിലും താഴെ വന്നിട്ട് കമന്റ് ചെയ്യാറുണ്ട്, നിനക്കൊക്കെ എന്താടാ പരിപാടി, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ല. ഇവൻ 4-5 മാസം മുമ്പ് കളിച്ച കളിയും ഇപ്പോഴത്തെ കളിയും കൂടെ എടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു, നമ്മൾ ഈ മനുഷ്യ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ജീവിക്കുക, അല്ലാതെ നമ്മൾ വെറുതെ എന്തിനാ നെഗറ്റീവ്. അല്ല, ഒരു സമയം നെഗറ്റീവ് ആണ് എന്നെ സത്യം പറഞ്ഞ ആളിയെ ഞാൻ ഇതിലോട്ട് വരാൻ കാര്യം. ആ നെഗറ്റീവ് എനിക്ക് ചെയ്യണം, എന്നെ കൊണ്ട് പറ്റാത്ത കാര്യമൊന്നുമില്ല, പറ്റുമെന്നുള്ളത് കൊണ്ടാണ് വന്നത്. പക്ഷെ അതിന് ഒരുപാട് നന്ദിയുണ്ട്. പിന്നെ അതിനുശേഷം എന്നെ ഒരുപാട് ആൾക്കാർ പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ചേട്ടൻ്റെ സ്റ്റാൻസ് ശരിയല്ല, ഗ്രിപ്പിംഗ് ശരിയല്ല. അത് നല്ലൊരു കാര്യം. കാരണം അത് പറഞ്ഞപ്പോൾ ഞാൻ ഇത്രയും കാലം ഞാൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് എന്താ, എൻ്റെ എല്ലാം ശരിയാണെന്നുള്ളതാണ്. പക്ഷേ നിങ്ങളാണ് ആ തെറ്റ് തിരുത്തി തന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ പെർഫെക്റ്റ് ആവാൻ പറ്റി. താങ്ക് യു സോ മച്ച്. അപ്പോൾ എന്തായാലും നമ്മൾ പോയി ഇന്നത്തെ കളി നമ്മൾ പൊളിക്കും കേട്ടോ. നമ്മളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നവർ ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ. പലരും വന്നിട്ട് ഇതിന്റെ താഴെ വരെ ക്രിയേറ്റീവ് സ്ക്വാഡ് കളിക്കാനുണ്ടെന്നൊക്കെ ചോദിച്ചു ഭയങ്കര പോസിറ്റീവായിട്ട് നിൽക്കുന്നവരുണ്ട്. അവരോടെല്ലാം ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്കെല്ലാം ഒരുമിച്ച് കളിക്കാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പോയി ബാക്കി വാമ്പ് കാര്യങ്ങൾ ചെയ്യട്ടെ, ഇല്ലെങ്കിൽ പരിക്കിൻ്റെ പിടിയിലാവും. അപ്പോൾ പോട്ടെ. കളിച്ചതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്, മുമ്പുള്ള കളികളുടെ പെർഫോമൻസ് വെച്ചിട്ടൊക്കെയാണ്. കഴിഞ്ഞ കളി കളിച്ച പോലെ തന്നെ ഷാരിഖും ഐ എം സൂപ്പർ ഹീറോയും മുന്നിൽ പോകും. നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളുടെ കളി കളിക്കുക. 18 ഓവറും കളിക്കാൻ പറ്റുമെങ്കിൽ അത്രയും കളിച്ചിട്ട് വന്നാൽ മതി. ഫസ്റ്റ് റൗണ്ട് ഷിയാസ് ആണ് ഇന്ന് വരിക. ഷിയാസിൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് കളിക്കാൻ വേണ്ടി വിടുന്നതാണ് കേട്ടോ. സെക്കൻഡ് ഡൗൺ ഹരി വരും. തേർഡ് ഡൗൺ വിഷ്ണു മെന്റലിസ്റ്റ് വരും. ഫോർത്ത് ഡൗൺ അർജുൻ വരും. ദെൻ നമ്മൾ ആ ഓർഡർ നോക്കിയിട്ട് ചെയ്യും കേട്ടോ. ബാക്കി പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് 2 കളി കളിക്കേണ്ടതായിരുന്നു എന്നോർത്താണ്. 2 കളി കളിക്കാനുള്ള എനർജി നമ്മുടെ കയ്യിൽ ഉണ്ടാവണം. നമ്മൾ കഴിഞ്ഞ കളി കളിച്ചത് അത്രയും പോസിറ്റീവായിട്ട് നമ്മളും ചുറ്റുമുള്ളവരും ഒക്കെ ഏറ്റെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ കളിയും കളിച്ചിട്ട് കളി ജയിക്കണം. ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ്, ഈ ടീമുകളെക്കാളെല്ലാം ശക്തരായ ടീമാണ് നമ്മൾ റേസ് ഉണ്ടാക്കിയാൽ മാത്രമേ നമ്മൾ നമ്മുടെ കയ്യിൽ നിന്ന് കളി പോകുള്ളൂ. അത് മനസ്സിലാക്കി കേട്ടോ. പിന്നെ ഒരാളെ നിന്ന് ഒരു അടി വീണാലോ ഒന്ന് ചെയ്താലും നമ്മൾ അടുത്ത് സ്വയം വിചാരിക്കുക, ഒരു ഇൻഡിവിജ്വൽ ഗെയിം അല്ല ക്രിക്കറ്റ്. അപ്പോൾ അടുത്ത് വരുന്ന ആൾ അത് പിടിച്ചു കൊടുക്കണം. കാരണം നമുക്ക് ഈ പ്രാവശ്യത്തെ ഈ കപ്പ് നമുക്ക് വേണം. കാരണം തോറ്റ കാര്യങ്ങൾ പറഞ്ഞു വരെ നമ്മൾ തന്നെ മടുത്തില്ലേ. അപ്പോൾ ഇന്ന് നമുക്ക് ജയിച്ചുകൊണ്ടുള്ള കഥകൾ പറയാം. അപ്പോൾ നമുക്ക് ഇത് കിട്ടിയ നല്ലൊരു അവസരമാണ്. കിട്ടുന്ന ലെവലാണ്. നമ്മളത് എല്ലാവരും നല്ലപോലെ 2 കളി അടിപൊളിയായിട്ട് കളിച്ചു. ഇനിയുള്ള 2 കളി അതുപോലെ കളിച്ച് നമ്മൾ അതിനെല്ലാം ടാർച്ചിൽ നിന്ന് ഷൂട്ടൊക്കെ മാറ്റി വെച്ച് വന്നേക്കാം നമ്മൾ ട്രോഫി പൊക്കാനായിട്ട്. ഒരു കാര്യം കൂടെ, ഈ ടോപ്പ് ബാറ്റ്സ്മാൻമാർ മുന്നിൽ നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്ന ബാറ്റ്സ്മാൻമാർ ഇൻ കേസ്
അവർക്ക് എറേഴ്സ് വന്നു കഴിഞ്ഞാൽ നമ്മുടെ ബാക്ക് എൻഡിൽ നമുക്ക് പ്രൂവ് ചെയ്യണം. മനസ്സിലായോ? ഇപ്പൊ ഇവര് 100 റണ്ണ് 8 ഓവറിൽ അടിച്ചാലും ബാക്കി നമുക്ക് 150 അടിക്കണം. കഴിഞ്ഞ കളി വന്നൊരു സാധനം അതിങ്ങനെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. ബാക്കി നമുക്ക് അങ്ങനെ റണ്ണ് വന്നില്ല. അപ്പോൾ അത് ബോളേഴ്സ് ആണെങ്കിലും ഇപ്പം ഹരി എറിയും അല്ലെ ഷാരിഖ് എറിയും ചാർലി എറിയും എന്നല്ല, ബാക്കിയുള്ള ഒരു സെറ്റ് ആക്കുമ്പോൾ നമ്മുടെ ടീം അത്രയും സ്ട്രോങ് ആവുക. നാളെ നമ്മൾ ഒരാൾ എറേഴ്സ് വരുത്തി കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ പോലെ ടീമായിട്ട് അത് ടേക്ക് കെയർ ചെയ്തോളൂ കേട്ടോ. അത് എപ്പോഴും ഓർത്ത് വെച്ചോ. അതായത് എപ്പോൾ വേണേലും നമുക്ക് ഡിഫിക്കൽട്ട് ടൈം വരാം. അപ്പൊ ഇവിടെ ഓണായിരുന്നോണം. നമ്മൾ 100 അടിച്ചുള്ളെങ്കിലും നമ്മൾ തിരിച്ചെറിഞ്ഞ് പിടിക്കും. ആ മൈൻഡ് വേണം നമുക്ക്. നമ്മുടെ ടീമിൽ ഒരാൾ അടിച്ചു കഴിഞ്ഞാൽ നമ്മൾ അടുത്ത് നമ്മൾ ഈഗോ ഹർട്ട് ആവണം. അവൻ എടുക്കണം, അവൻ എടുത്തേ പറ്റൂ എന്നുള്ള ഒരു മൈൻഡ് ഇട്ട് നമ്മൾ തന്നെ കളിക്കണം. നമുക്ക് ഈ കപ്പ് വേണം. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ തന്നെ കഴിഞ്ഞ കളി 2 കളിയിലും നന്നായിട്ട് ഫീൽഡ് ചെയ്തിട്ടുണ്ട് എല്ലാവരും. അതേപോലെ ഈ കളിയിലും നന്നായിട്ട് ഫീൽഡിംഗ് ഒന്നുകൂടി ശ്രദ്ധിക്കാൻ. ഒരു ക്യാച്ച് പോലും നമ്മൾ മിസ് ചെയ്യരുത്. ഒരു എക്സ്ട്രാ റണ്ണ് പോലും പോലും ബോളേഴ്സ് ആണെങ്കിലും ഒരു എക്സ്ട്രാസ് പോലും കൊടുക്കില്ല കേട്ടോ. ബാറ്റ്സ്മാൻമാരാണെങ്കിലും ഡോട്ട്സ് ഉണ്ടാവില്ല. അത് നിങ്ങൾ മനസ്സിൽ വെച്ചോ കേട്ടോ. അത്രയും ഇങ്ങനെ സിറ്റുവേഷൻ വരുവാണെങ്കിൽ മാത്രമേ ഡോട്ട്സ് ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലെങ്കിൽ 1, 2, 4, 6 അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. എൻജോയ് ചെയ്യുക. അറ്റാക്കിംഗ് മൂഡിലാണ് നമ്മൾ പോണത്. പറഞ്ഞ പോലെ ഫസ്റ്റ് എന്തെങ്കിലും വിക്കറ്റ്സ് പോയാൽ അടിയിൽ വന്ന ബാറ്റ്സ്മാൻമാർ അത് ഏറ്റെടുത്ത് നല്ല രീതിയിൽ കളിക്കുക. ഇപ്പോൾ ആദ്യം തന്നെ വല്ല 2 വിക്കറ്റ് പോയാൽ പയ്യെ കളിച്ച് തുടങ്ങിയാൽ മതി. അറ്റാക്ക് എല്ലാപ്പോഴും അറ്റാക്ക് തന്നെ വേണമെന്നില്ല. അങ്ങനെ വല്ല ഫസ്റ്റ് തന്നെ വിക്കറ്റ്സ് അത്രയും പോയി കഴിഞ്ഞാൽ പയ്യെ ഒന്ന് കളിച്ച് കൊണ്ടുപോകുക. ഒരു പാർട്ണർഷിപ്പ് ബിൽഡ് ചെയ്തിട്ട് അടിക്കുക. അതായിരിക്കും നല്ല കളി. അതുപോലെ തന്നെ ഫീൽഡിങ്ങിൽ നല്ല രീതിയിൽ തന്നെ ഫീൽഡ് ചെയ്യുക. ഇപ്പൊ എന്തായാലും ബാറ്റിംഗ് ആണെന്ന് നോക്കണം. നമ്മള് ഓപ്പണർ നമ്മളെ ഒരു കോൺഫിഡൻസ് തന്നെ ബാക്കിൽ നിൽക്കുന്ന ബാറ്റ്സ്മാൻമാരാണ്. അവരുള്ളത് കൊണ്ടാണ് നമ്മൾ ആ ഒരു ഇതെടുത്ത് തന്നെ കളിക്കുന്നത് തന്നെ. അപ്പൊ ആ ഒരു കോൺഫിഡൻസ് നിങ്ങളാണ് നമുക്ക് തന്നിട്ടുള്ളത്. അത് തന്നെ നമ്മൾ ഈ കളിയും കൊണ്ടുപോയി കഴിഞ്ഞാൽ ഏറ്റെടുത്ത് കളിക്കണം. ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഇപ്പൊ ഷാരിഖ് പറഞ്ഞ പോലെ 2, 3 വിക്കറ്റ് പോകുന്ന ഇന്നായിരിക്കില്ല, വേറൊരു കളി പോകും. ആ സമയത്ത് വരുന്ന ബാറ്റ്സ്മാൻമാര് പ്രഷറിലാണെങ്കിൽ ഒരു 1-1 ആക്കാൻ ശ്രമിക്കുക. 1-1 ആക്കിയില്ലാണ്. ഇപ്പൊ ഇന്നലെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ, നമ്മുടെ ഓപ്പോസിറ്റ് കളിച്ച ടീമിന്റെ ഒരു പ്ലെയർ 23 ഓവറിൽ 7-8 റണ്ണേ അടിച്ചുള്ളൂ. അതാണ് അവർ അത്രയും മോശമായി പോയത്. അതുപോലൊരു പ്ലെയർ നമ്മുടെ കളിച്ചാൽ നമ്മൾ ബാക്ക് ചെയ്യും അവരെ എപ്പോഴും. പക്ഷെ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക. 23 ബോളിൽ 23 റൺ എടുത്തിട്ട് ഔട്ട് ആവുക കേട്ടോ. ലൂസ് ബോൾ വരുമ്പോൾ നമ്മളെല്ലാം അത്ര എക്സ്പീരിയൻസ്ഡ് ബാറ്റ്സ്മാൻ വരുന്നുണ്ട്. ഫസ്റ്റ് ബോൾ ലൂസ് ബോൾ വന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ കളി വിഷ്ണു മെൻഡൽസ് കാണിച്ചെന്നില്ലേ, ഫസ്റ്റ് ബോൾ അവൻ ചെന്ന് വേണമെങ്കിൽ അവന് മുട്ടിയിടായിരുന്നു ഒരു 5-6 റൺ അടിക്കാൻ വേണ്ടി. ഫസ്റ്റ് ബോൾ തന്നെ അടിച്ച് കളഞ്ഞ കണ്ടോ. അവൻ പറഞ്ഞ ഒരു പോയിന്റ്, അവൻ ചെന്നു ഓഫ് സ്പിന്നർ ആണെന്ന് കണ്ടു, ഓപ്പോസിറ്റ് ഹരി ഉണ്ടെന്ന് കണ്ടു, അവൻ അടിച്ചു. ആ മൈൻഡ് വേണം. കളിയിൽ ഇൻഡിവിജ്വൽ ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ കളി സക്സസ് ആണ്. നമുക്ക് 11-12 പേര് നമുക്ക് കളിക്കാനുണ്ടെന്ന് ഓർത്തോ. അവിടെ ഒന്നും അങ്ങനെ പ്ലേയേഴ്സ് ഇല്ല. ഗബ്രി നമ്മൾ പറഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ 2 മാച്ച് എങ്ങനെയാണോ അപ്രോച്ച് ചെയ്ത് ആ സെയിം അപ്രോച്ച്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കഴിഞ്ഞ ദിവസം 100% ഇട്ടെങ്കിൽ ഇന്ന് 110% ഇടും. 110% എക്സ്ട്രാ ഇടും. അവിടെയാണ് നമ്മുടെ വിജയം വരുന്നത്. നമ്മളിപ്പോൾ ബാക്കി ടീമിൽ നിന്നും നമ്മുടെയും ഒരു ഡിഫറൻസ് എന്താണെന്ന് വെച്ചിട്ട് പറഞ്ഞതിൽ ഇവർ മിക്കവരും ചിലപ്പോൾ 1-2 മാച്ച് വിന്നേഴ്സ് അവിടെ ഉള്ളൂ. നമ്മൾ കളിയാണ് 11 പേര് മാച്ച് വിന്നേഴ്സാണ്. നമ്മൾ അത്ര സ്കിൽഡ് പ്ലേയേഴ്സാണ്. ഓക്കെ, സോ നമുക്കിപ്പോൾ ബാറ്റ്സ്മാൻമാരാണെങ്കിലും ബോളേഴ്സ് ആണെങ്കിലും ഒരാൾ ഇറങ്ങുന്നതെന്ന് പറഞ്ഞാൽ ബാക്കി മറ്റേ ആൾക്കാർ ചെയ്യുന്ന ഉറപ്പുള്ളവർ ബാക്കിലുള്ളതുകൊണ്ട് സുഖമായിട്ട് നമുക്ക് കളിക്കാം. ഇത് പറഞ്ഞ പോലെ സെൻറ്ററിൽ ബാറ്റിങ്ങിലാണെങ്കിൽ ഒരാൾക്ക് കുറച്ച് ഡോട്ട് പ്രഷർ ആവുകയാണെങ്കിൽ ഒരിക്കലും അപ്പുറത്തേക്കാണ് ആൾ സംസാരിക്കുക. കാരണം നോൺ സ്ട്രൈക്കർ എൻഡ് ചെയ്താൽ നമുക്ക് ഏറ്റവും കൂടുതൽ മാച്ച് ഒബ്സർവ് ചെയ്യാൻ പറ്റുന്ന നോൺ സ്ട്രൈക്കർ എൻഡ് ചെയ്യുന്നിട്ടാണ്. അപ്പോൾ അയാൾക്കറിയാം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് അറിയാം. ഇപ്പോൾ നിങ്ങൾ 2 പേരും കളിക്കുമ്പോൾ നിനക്കൊന്ന് 2 ഡോട്ട് വന്നു, അല്ലെങ്കിൽ ഷാരിഖിന് 1-2 ഡോട്ട് വന്നു, നീ അപ്പുറത്തുനിന്ന് സംസാരിക്കടാ, എനിക്ക് ഒന്നിട്ടതാ, ഞാൻ ബാക്കി എൻ്റെ അടുത്തോളം. നന്നായിട്ട് കളിച്ചിരിക്കുമ്പോൾ ഒരു അനാവശ്യ റണ്ണിന് വേണ്ടി ഓടുകയോ ചെയ്യരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാം വിക്കറ്റ് വാല്യുബിളാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എടുക്കുക. ഈ നമ്മൾ മിക്കതും ക്രിക്കറ്റിൽ കാണുന്ന ട്രെൻഡ് എന്ന് വെച്ചാൽ ഇപ്പോൾ 2 പേര് കളിച്ചുകൊണ്ടിരിക്കണം, ഒരാൾ ഔട്ടായി, ഒരാളായിട്ട് പുതിയ ബാറ്റ്സ്മാൻ വരുമ്പോൾ ഇപ്പോൾ സെറ്റിലായിട്ട് നിൽക്കുന്ന ബാറ്റ്സ്മാനാണ് പിന്നെ ഇന്ത്യൻ്റെ എടുക്കാറ്. പക്ഷേ നമുക്ക് ഒരു ചേഞ്ച് ആക്കി നോക്കാം. ഒരാൾ അവിടെ കുറച്ച് സെറ്റിലായി നിൽക്കുന്ന ആൾ അവിടെ നിന്ന് കളിച്ച് മാക്സിമം ഇന്ത്യ വരെ കൊണ്ടുപോകാൻ നോക്കും. ടോപ്പ് 3-ലുള്ള ഒരാൾ കൊണ്ടുപോകാൻ നോക്കും. പുതിയ വരുന്ന ആൾ ഇന്ത്യൻ്റെ എടുക്കട്ടെ. കാരണം ഒരു മറ്റേ ആൾ സെറ്റിലായിട്ട് നിൽക്കുന്ന ആൾ ഇന്ത്യൻ്റെ കാണിച്ചാൽ 2 വിക്കറ്റ് അടിച്ചു പോയി കഴിഞ്ഞാൽ പിന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യട്ടെ പുതിയ വരുന്ന ആളോട് പിച്ചിന്റെ സ്വഭാവം ഞാൻ പറഞ്ഞു കൊടുക്കുക. അയാൾ കുറച്ച് പുഷ് ചെയ്ത് കളിക്കുക. ഒരാൾ ടോപ്പ് 3-ലുള്ള ഒരാൾ ഒരു 15 ഓവർ വരെ കളി നോക്കട്ടെ. ഒരാൾ ബാക്കിയുള്ളവർ നോർമൽ അതനുസരിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, പിച്ച് നോക്കുക, അടിക്കുക. ഇന്നലത്തെ പോലെ സച്ചു ഫ്ലാറ്റ് അല്ല വിക്കറ്റ്, കുറച്ച് പിടുത്തമുണ്ട്. രാവിലെ ഞാൻ കളി കണ്ടപ്പോൾ നല്ല പിടുത്തമുണ്ട്. ഷോർട്ട് എറിയുന്നതൊക്കെ കുറച്ച് നമ്മൾ അത്ര സ്പീഡിൽ വരത്തില്ല, കുറച്ച് ഷോർട്ടായി പയ്യെ വരത്തുള്ളൂ. അപ്പോൾ അതൊന്ന് വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഒന്നുകൂടെ റോൾ ചെയ്താലും ആ സെയിം ഇഷ്യൂ ആയിരിക്കും. ഒരു 12:30 ആകാതെ കുറച്ചുകൂടെ വെയിൽ വരാതെ എന്തായാലും ഫ്ലാറ്റ് ആകത്തില്ല. നമുക്ക് പേസ് ബോളേഴ്സിന് കുറച്ച് അഡ്വാൻറ്റേജ് ആവും. നമ്മളൊരു 200 തന്നെ ടാർഗറ്റ് വെച്ച് കളിക്കുക. വിചാരിച്ചതിന് കുറച്ചുകൂടി നേരത്തെ
അയ്യോ ക്യാച്ച് ഡ്രോപ്പായി. റേഞ്ച് ചെയ്യുകയാണ്.
അങ്ങനെ ഗായ്സ് നമ്മൾ സെമി ജയിച്ച് ഫൈനലിലോട്ട് കയറിയിരിക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഇപ്പോൾ നമുക്ക് തുടർച്ചയായിട്ടുള്ള കളിയാണ്. കഴിഞ്ഞ കളി തന്നെ നല്ല ടയേർഡായി. ഇനി അടുത്ത കളി നടക്കാൻ വേണ്ടി പോവാണ്. ഒരുപാട് സന്തോഷം. ഇനി ഫൈനലും കൂടി അടിച്ചു കഴിഞ്ഞാൽ കപ്പ് കിട്ടുമെന്നുള്ള പ്രതീക്ഷയോടെ പോവാണ്. അപ്പോൾ അടുത്ത കളി കാണാം. ഓക്കെ, ബൈ ഗൈസ്, ലവ് യു.